ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യണത്. വെണ്ടക്കായും സോയയും അതുപോലെ തന്നെ ക്യാരറ്റും വെച്ചുകൊണ്ട് നല്ല സൂപ്പർ ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 200 ഗ്രാം വെണ്ടയ്ക്കും അതുപോലെ തന്നെ 2 ചെറിയ ക്യാരറ്റും പിന്നെ ഒരു 20ഓളം സോയാ ബോളുമാണ് കേട്ടോ നമ്മളിന്ന് ഈ കറിക്കായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം. സോയ അതുപോലെ തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് അതൊന്ന് സോഫ്റ്റ് ആക്കിയെടുക്കാം. സോയ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആറി കഴിയുമ്പോൾ 2, 3, 4 പ്രാവശ്യം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മുറുക്കി പിഴിഞ്ഞ് ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സോയയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അല്പം മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. തോരനിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റവ് ഒന്ന് കത്തിക്കുക. അതിലേക്ക് ഒരു പാൻ എടുത്ത് വയ്ക്കുക. പാൻ ചൂടാവുമ്പോൾ 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോയയുടെ ആ മസാലക്കൂട്ട് ഇതിലേക്ക് മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കാം. സോയ ഒന്ന് നന്നായിട്ട് മുരിയണമെന്നില്ല, പക്ഷെ ഒന്ന് ഫ്രൈ ആയിട്ടുള്ള മണം വരും. അതുവരേക്കും ഫ്ലെയിം കൂട്ടിയും കുറച്ചും ഒക്കെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സോയ ഡീപ്പ് ഫ്രൈ ചെയ്യണത് നല്ലതാണ്, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് മൊരിയുന്നത് വരെ ഫ്രൈ ചെയ്യണതും നല്ലതാണ്. കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ വയസ്സായിട്ടുള്ളവർ വീട്ടിലുണ്ടെങ്കിൽ അവർക്കും കടിക്കാൻ പാകത്തിൽ വേണ്ടേ നമ്മൾ സാധനങ്ങൾ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ആ ഒരു സ്മെല്ല് വരുന്നത് വരേക്കും ഫ്രൈ ചെയ്താൽ മതിയെന്ന്. നന്നായിട്ട് കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ചിലപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് കഴിഞ്ഞാലും ചില ബോൾ ഇങ്ങനെ പൊടിയാതെ കിടക്കുന്നുണ്ടാവും. അതിനൊക്കെ ഒന്ന് ഇങ്ങനെ വിടർത്തി ഇട്ട് കൊടുക്കാം. സോയയുടെ മണമൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്ന് ഫ്രൈ ആയി എന്നുള്ള മണം വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 പിടുത്തം തേങ്ങ ചെരുകിയതിട്ട് കൊടുക്കുക. തേങ്ങ ചെരുകിയതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്നത് വരെ മാത്രം ഇതിലൊന്നിട്ടിട്ട് വഴറ്റി കൊടുക്കുക. തേങ്ങ ചേർക്കുന്നതോടൊപ്പം അല്പം കറിവേപ്പിനും കൂടെ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോകുമ്പോൾ, അതായത് സോയും തേങ്ങയും ഒക്കെ ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത് പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് വാങ്ങിയെടുക്കാം. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വറവ് വാങ്ങി വെച്ചതിന് ശേഷം അതേ പാൻ തന്നെ സ്റ്റൗവിലേക്ക് വെക്കുക. അതിലേക്ക് 1.5 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. യഥാക്രമം കടുക്, ജീരകം, വറ്റൽമുളക്, വേപ്പില ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 ചെറിയ സവാള കൊത്തിയരിഞ്ഞതും കൂടെ ചേർത്ത് അല്പം ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് വഴണ്ടു വരുമ്പോൾ അതിലേക്ക് 5ഓളം ചെറിയ പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. നന്നായി കളർ മാറണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുക. എരിവ് നമ്മളുടെ ആവശ്യാനുസരണം കേട്ടോ, കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാത്ത വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതൊരു മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഒന്ന് മൂടിയിട്ട് കൊടുക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് പാത്രത്തിൻ്റെ മൂടി തുറക്കുക. മൂടിയിട്ട സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. വെണ്ടയ്ക്കയുടെ പശപ്പ് ചാടത്തക്ക വിധത്തിൽ കുത്തി അമർത്തിയൊന്നും ഉടച്ചെടുക്കരുത് കേട്ടോ ഇത്. അതിനുശേഷം ഒരു 2 മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള വറവ് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പൊക്കെ ആവശ്യാനുസരണം ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ വറവും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും ഈ മസാല എത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റ് നേരം കൂടെ ഇതൊന്ന് അടച്ചിട്ടതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം.
1 മിനിറ്റിന് ശേഷം വീണ്ടും പാത്രം തുറക്കുക. ഇപ്പോൾ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുടഞ്ഞെടുക്കാം കേട്ടോ. ഒന്നും തമ്മിൽ കൂട്ടി കുഴഞ്ഞിട്ടല്ല കിടക്കണേ. നല്ല അസല് വിടർന്നിട്ടുള്ള വിട്ട് നിൽക്കണ ഒരു തോരൻ അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി എന്ന് പറയാം കേട്ടോ. അടിപൊളിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ സോയയുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ. ഇവിടെ അമ്മയ്ക്ക് വയസ്സായതാണ് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാനിത് ഒരിക്കൽ വെറുതെ കുറേശ്ശെ സാധനങ്ങളാകുമ്പോൾ നമ്മൾ ഒന്ന് അല്പം അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂട്ടിച്ചേർത്തത്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ഉണ്ടാക്കണേ. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്തത് കേട്ടോ. അടിപൊളി കണ്ടോ, കുടഞ്ഞെടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഈ കുടഞ്ഞെടുക്കണ നേരത്തെ ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലായിടത്തും മസാലയായി നല്ലൊരു സ്മെല്ലാണ് ഈ സമയത്ത് വരുന്നത് കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയും ചേർക്കാം. നമ്മൾ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് അല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ്. അതുപോലെ വെളുത്തുള്ളി ചേർക്കാം. ഞാൻ ഇതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോഴൊക്കെ കൂടുതൽ ടേസ്റ്റ് ഇതിനുണ്ടാവും. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാം. അപ്പോൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മളുടെ തോരൻ ഒരു സൈഡ് ഡിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിച്ചോട്ടെ. എങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോകളിലൂടെ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.